നമസ്കാരം. ഇറാനിൽ ഖമേനിയെ തടവിലാക്കി ട്രംപ്. പുരോഹിത ഭരണത്തിന് ബോംബിട്ട് അമേരിക്ക. ഇറാനിൽ പുരോഹിത ഭരണം അവസാനിപ്പിക്കുന്നത് ഏറ്റവും അഭികാമ്യമായിരിക്കുമെന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. യുഎസും ഇറാനും തമ്മിലുള്ള ചർച്ചകൾ ഈ വരുന്ന ചൊവ്വാഴ്ച ജനീവയിൽ പുനരാരംഭിക്കാനിരിക്കെയാണ് ഇത്തരത്തിലൊരു പ്രസ്താവന പുറത്തു വന്നത്. മിഡിൽ ഈസ്റ്റിൽ അത്തരം നടപടികളെ എതിർത്തിട്ടുള്ള ഒരു നേതാവാണ് സത്യത്തിൽ ട്രംപ്. മുൻപ് അതായത് ഈ ഇറാഖില് സദാം ഹുസൈനെ അട്ടിമറിക്കുവാൻ ജോർജ് ബുഷ് പട്ടാളത്തെ അയച്ചതിനെ അന്ന് നിശിതമായിട്ട് വിമർശിച്ചിട്ടുള്ള ആളാണ് ട്രംപ്. ആ ട്രംപാണ് ഇപ്പോൾ ആയത്തുള്ള അലി ഖമേനിയുടെ പുരോഹിത ഭരണത്തെ അവസാനിപ്പിക്കണമെന്ന് പറയുന്നത്. ചർച്ചകൾ ഫലപ്രദമായില്ലെങ്കിൽ ഇറാൻ കനത്ത വില നൽകേണ്ടി വരുമെന്ന താക്കീത് ട്രംപ് ആവർത്തിച്ചു പറയുന്നത് തന്നെ യുദ്ധം അനിവാര്യതയാണ് എന്ന് മാത്രമല്ല, ആയത്തുള്ള അലി ഖമേനിയെ തടവിലാക്കുക എന്നത് ലക്ഷ്യവുമാണ്. ടെഹ്റാന്റെ മേൽ സമ്മർദ്ദം ചെലുത്തി US കപ്പൽപ്പട സമീപത്ത് ശക്തി വർദ്ധിപ്പിക്കുന്നതും യുദ്ധത്തിന്റെ കോപ്പുകൂട്ടലാണ് എന്ന് പറയാതിരിക്കുവാൻ കഴിയില്ല. ഇറാൻ ആണവ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള യുറേനിയം സമ്പുഷ്ടമാക്കൽ അത് പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കണമെന്നതാണ് ട്രംപിന്റെ ആവശ്യമെന്ന് പറയപ്പെടുന്നത്. എന്നാൽ വൈദ്യുതിക്ക് വേണ്ടി മാത്രമാണ് ഈ പ്രക്രിയ എന്നും ബോംബ് നിർമ്മാണത്തിനല്ലെന്നും ഇറാൻ തുറന്നു പറയുമ്പോൾ അതിനോട് യോജിക്കുവാൻ ട്രംപിനാകുന്നില്ല, അമേരിക്കയ്ക്കാകുന്നില്ല. ഇതിനെക്കുറിച്ച് അവർ പറയാൻ തുടങ്ങിയിട്ട് 47 വർഷമായി എന്ന് പറയപ്പെടുന്ന ട്രംപ് അതിനിടെ ഒട്ടനവധി മനുഷ്യജീവൻ നഷ്ടമായി എന്നും ഇക്കുറി എന്ത് സംഭവിക്കുമെന്ന് നോക്കാമെന്നും ഞാൻ അവർക്ക് ചുറ്റും സൈനിക ശക്തി ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നും ഒരു വിമാനവാഹിനി കപ്പൽ കൂടി അവിടേക്ക് നീങ്ങുകയാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയും ഭീഷണിയുടെ സ്വരത്തിൽ പറയുകയും ചെയ്യുന്ന ട്രംപ് ഒരു കാര്യം മനസ്സിലാക്കുക: നിങ്ങൾ തളയ്ക്കാൻ ശ്രമിക്കുന്ന ഇറാൻ പഴയ ഇറാനെ അല്ല. ആ ഇറാൻ എന്ന് പറയപ്പെടുന്ന പണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു ബോംബിൽ തീർക്കാവുന്ന കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് നിങ്ങൾ ഇടുന്ന ഒരു ബോംബിന് നിങ്ങൾ കൊടുക്കേണ്ടി വരുന്ന വില ട്രംപിന്റെ ജീവന്റെ വില മാത്രമായിരിക്കില്ല, അമേരിക്ക എന്ന് പറയപ്പെടുന്ന ഒരു രാജ്യത്തിന്റെ വില കൂടി കൊടുക്കേണ്ടി വരും. ഒരു നിമിഷം കൊണ്ട് നിങ്ങളെ ചാരമാക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള അത്രത്തോളം ആയുധശേഖരമുള്ള ഒരു രാജ്യമാണ് ഇറാൻ എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇവിടെ ഇറാൻ കിരീടാവകാശിയായിരുന്ന റസാ പഹ്ലവി, ആ റസാ പഹ്ലവിയെ തിരിച്ചു കൊണ്ടുവരുവാൻ താല്പര്യമില്ല എന്ന് ട്രംപ് പറയുന്നതും മനുഷ്യാവകാശങ്ങൾ ഉറപ്പാക്കുന്ന മറ്റൊരു ഭരണ സംവിധാനം ഇറാൻ ജനത ഉണ്ടാക്കണമെന്ന് പറയുന്നതിന് പിന്നിലും രഹസ്യമായ അജണ്ടയുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഹിസ്ബുള്ളയ്ക്കും ഹൂത്തികൾക്കും സഹായം നൽകുന്നത് ഇറാൻ നിർത്തണമെന്ന് ട്രംപ് ആവശ്യപ്പെടുമ്പോൾ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പക്ഷേ തയ്യാറാകാത്തത് ഇറാൻ എന്തുകൊണ്ടാണ് എന്ന് വ്യക്തമാക്കണമെന്ന് കൂടി പറയുന്നുണ്ട്. കഴിഞ്ഞ ബുധനാഴ്ച ട്രംപിനെ കണ്ട ഇസ്രേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാന്റെ ദീർഘദൂര മിസൈലുകൾ ഉയർത്തുന്ന ഭീഷണിയെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ആക്രമണം നടത്തുന്നെങ്കിൽ അവയെ ലക്ഷ്യമിടണമെന്നാണ് നെതന്യാഹുവിന്റെ ആവശ്യം. അതായത് ഇവരെല്ലാവരും ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഇറാൻ പഴയ ഇറാൻ അല്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയവരാണ്. അതുകൊണ്ടാണ് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാന്റെ ദീർഘദൂര മിസൈലുകളെ കുറിച്ച് ഭീഷണി ഉയർത്തുന്ന കാര്യം പറയുന്നത്. ആക്രമണം നടത്തുകയാണ് എങ്കിൽ അവയെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണമാണ് നടത്തേണ്ടതെന്ന്. അതായത് തന്ത്രപ്രധാനമായിട്ടുള്ള ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ഉയർത്തുന്ന ഭീഷണി ആ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലായിരിക്കണം ആദ്യം ആക്രമണം നടത്തേണ്ടത് എന്നാണ് അമേരിക്കയോട് ഇസ്രായേലിന്റെ കൽപ്പന. ഇത് നെതന്യാഹു ആവശ്യമായിട്ട് പറയുമ്പോഴും നെതന്യാഹു ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്: അമേരിക്കയ്ക്ക് ഇറാനെ യുദ്ധം ചെയ്ത് തകർക്കാൻ കഴിയില്ല എങ്കിൽ പറയുക, ഞങ്ങൾ ഒറ്റയ്ക്ക്, അതായത് ഇസ്രായേലികൾ ഒറ്റയ്ക്ക് ഇറാനെ തകർത്തു കൊള്ളാമെന്ന്. പക്ഷെ ഒരിക്കൽ നിങ്ങൾ തകർത്തതിന്റെ ക്ഷീണം ഇറാൻ മറന്നിട്ടില്ല. ഒരു 6 മാസങ്ങൾക്ക് മുമ്പ് ഒരു ജൂണിൽ നിങ്ങൾ ഉയർത്തിയ വിപ്ലവകരമായിട്ടുള്ള ഒരു രീതി ഉണ്ടായിരുന്നല്ലോ. അതായത് ഇതേപോലത്തെ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇറാനെ തകർക്കാൻ ശ്രമിച്ച ആ ഒരു ദിവസം, 12 ദിവസത്തെ യുദ്ധം, അത് അവർ മറന്നിട്ടില്ല. അതിനുള്ള തിരിച്ചടി നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ടാണ് അമേരിക്കക്കെതിരെയാണ് യുദ്ധം പ്രഖ്യാപിക്കുന്നതെങ്കിലും ആദ്യത്തെ മിസൈൽ വീഴാൻ പോകുന്നത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നെഞ്ചിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇറാൻ ചെയ്യുന്നെങ്കിൽ അങ്ങനെ തന്നെയായിരിക്കും. ഇറാനിൽ ഭരണമാറ്റത്തിന് ശ്രമിച്ചാൽ ആ മേഖലയാകെ അസ്ഥിരമാവുമെന്ന് US സഖ്യരാജ്യങ്ങളായിട്ടുള്ള സൗദി അറേബ്യയും ഖത്തറും ഒക്കെ ട്രംപിന് താക്കീത് നൽകിയിട്ട് പോലും ട്രംപ് ഇറാനിൽ ഒരു ഭരണമാറ്റത്തിനാണ് ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. മിഡിൽ ഈസ്റ്റിൽ US സൈനിക ശേഷി കൂട്ടാൻ വേണ്ടിയിട്ട് USS ജെറാൾഡ് ഫോർഡ് വിമാനവാഹിനി കൂടി ഇപ്പോൾ ട്രംപ് അയച്ചു കഴിഞ്ഞു. USS എബ്രഹാം ലിങ്കൺ ഉൾപ്പെടെ നിരവധി പടക്കപ്പലുകൾ നേരത്തെ തന്നെ തീരത്ത് അണഞ്ഞിരുന്നു. ഇറാനുമായിട്ട് ധാരണയിലെത്തുന്നത് തന്റെ പ്രധാന വിദേശ നയ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് എന്ന് പറയുന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് US സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള മാർക്ക് റൂബിയെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ് ഇറാനുമായിട്ട് ധാരണയിലെത്തുന്നതാണ് തന്റെ പ്രധാനമായിട്ടുള്ള വിദേശ നയ ലക്ഷ്യങ്ങളെന്ന്. അങ്ങനെ മാത്രമേ നമുക്കത് വായിച്ചെടുക്കാൻ കഴിയൂ. യുദ്ധം മാത്രം ആഗ്രഹിക്കുന്ന, തത്വത്തിൽ
ഒരു തരി വിവരം പോലും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇറാന്റെ പരമോന്നതമായിട്ടുള്ള നേതാവാണ് ആയത്തുള്ള അലി ഖമേനി. ആ ആയത്തുള്ള അലി ഖമേനി അദ്ദേഹത്തിന്റെ പരമോന്നതമായിട്ടുള്ള ആ ഒരു സംവിധാനത്തെ ഇല്ലാതാക്കണം, ആ ഭരണരീതിയെ ഇല്ലാതാക്കണം, പുരോഹിത സംവിധാനത്തെ ഇല്ലാതാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ട്രംപ് പക്ഷേ പറയുന്ന മറ്റൊരു കാര്യം ആയത്തുള്ള അലി ഖമേനിയുമായിട്ട് പോലും നേരിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ളതാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? സംവാദം വഴി പ്രശ്നപരിഹാരം തേടുന്നതിൽ അമേരിക്കയ്ക്ക് തടസ്സങ്ങളൊന്നുമില്ല എന്ന് പറയപ്പെടുന്ന മാർക്ക് റൂബിയോ ട്രംപിന് ഏറ്റവും ഇഷ്ടമെന്ന് പറയപ്പെടുന്ന ഇറാന്റെ പരമാധികാരിയായിട്ടുള്ള ആയത്തുള്ള അലി ഖമേനിയുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തി ഈ തർക്കത്തിന് ഒരു സമാധാനം കണ്ടെത്തുക എന്നതാണ്. പക്ഷേ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. ആവശ്യമായി വന്നാൽ ആരുമായും സംസാരിക്കാൻ പ്രസിഡന്റ് സന്നദ്ധനാണെന്ന് പറയുമ്പോഴും രാഷ്ട്രങ്ങൾ പരസ്പരം ഇടപഴകേണ്ടതുണ്ട് എന്നും ആരെയും കാണാൻ തയ്യാറുള്ള ഒരു പ്രസിഡന്റിന്റെ കീഴിലാണ് അമേരിക്ക പ്രവർത്തിക്കുന്നത് എന്നും നാളെ പ്രസിഡന്റ് ട്രംപുമായിട്ട് കൂടിക്കാഴ്ച നടത്താൻ ആഗ്രഹിക്കുന്നുവെന്ന് ആയത്തുള്ള അലി ഖമേനി പറഞ്ഞാൽ പ്രസിഡന്റ് അദ്ദേഹത്തെ കാണുമെന്ന് ഉറപ്പാണെന്ന് പറയുന്ന മാർക്ക് റൂബിയോ ഒരു കാര്യം മനസ്സിലാക്കുക, ആയത്തുള്ള അലി ഖമേനിക്ക് ട്രംപിനെ വന്ന് കണ്ട് മാപ്പിരക്കേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഞാൻ അതാണ് ആദ്യം സൂചിപ്പിച്ചത്. ഇറാൻ എന്ന് പറയപ്പെടുന്ന പഴയ ഇറാനില്ല. ഇന്ന് പ്രാദേശികമായിട്ട് തന്നെ മിസൈലുകൾ രൂപകൽപ്പന ചെയ്യുകയും അത് പരീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യമായി വളർന്നിരിക്കുന്നു ഇറാൻ. ചിലപ്പോൾ അവർക്ക് ചില നഷ്ടങ്ങൾ അവരുടെ രാജ്യത്ത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. അവരുടെ വിദ്യാഭ്യാസ, സാമൂഹ്യ, സാമ്പത്തിക മേഖലകളിലെ അടിത്തറയിൽ ഒരല്പം കേടുപാട് പറ്റിയിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. പക്ഷെ അവരുടെ യുദ്ധ സംവിധാനങ്ങൾ എന്ന് പറയപ്പെടുന്നത്, അവരുടെ ആയുധശേഖരം എന്ന് പറയപ്പെടുന്നത് അമേരിക്കയെ ഞെട്ടുന്നതാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ ഇപ്പോൾ അമേരിക്കയുടെ രണ്ടാമത്തെ വലിയ വിമാനവാഹിനി കപ്പൽ ഇറാനെ ലക്ഷ്യമിട്ട് യാത്ര ചെയ്യുന്നതിനെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കുവാൻ അമേരിക്ക തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? കാരണം രണ്ടാമത്തെ വിമാനവാഹിനി കപ്പൽ കൂടി പശ്ചിമേഷ്യയെ ലക്ഷ്യമിട്ടുകൊണ്ട് കരീബിയൻ കടലിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അതിന് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ. ഡൊണാൾഡ് ട്രംപിന്റെ ഒരേ ഒരു ലക്ഷ്യം ഇറാനെതിരെ വളരെ കൃത്യമായിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് അവരെ ഇല്ലാതാക്കുക. ഒരു കരാർ അങ്ങോട്ട് മുമ്പോട്ട് വയ്ക്കുന്നു. ആ കരാറിൽ അവർ ഏർപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ നശീകരണ സ്വഭാവത്തോടു കൂടി മുന്നോട്ട് പോവുക, സൈനിക നീക്കം നടത്തി ഇറാനെ പിടിച്ചടക്കുക. പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യാഘാതം നേരിടാൻ പോകുന്നതും അമേരിക്ക തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം നമുക്കറിയാമല്ലോ, ഈ മാസം ആദ്യവാരം ഒമാന്റെ മധ്യസ്ഥയില് മസ്കത്തിലെ US-ഉം ഇറാനും തമ്മിൽ ഒരു ആണവ ചർച്ചയുടെ ആദ്യഘട്ടം പൂർത്തിയാക്കിയിരുന്നു. തുടർ ചർച്ചകൾ ഈ വരുന്ന ചൊവ്വാഴ്ച മുതൽ വീണ്ടും ആരംഭിക്കുമെന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷെ ഇതൊന്നും പൂർത്തിയാക്കുന്ന തരത്തിലേക്കോ അല്ലെങ്കിൽ ഇതൊക്കെ പൂർത്തിയാകുമെന്നൊരു ചിന്തയിലോ അല്ല അമേരിക്കയും ഇറാനും. രണ്ടുപേർക്കും അറിയാം. കാരണം അമേരിക്ക മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങളെ ഒരിക്കലും അംഗീകരിക്കുവാൻ തയ്യാറല്ല ഇറാൻ. ഇറാനിൽ അവരുടെ യുറേനിയം സമ്പുഷ്ടീകരണം അടക്കമുള്ളവ നിർത്തിവെക്കണമെന്നും ആണവായുധ ശേഖരം അടക്കമുള്ളവ ഇനി ഉപയോഗിക്കരുത് എന്നുമൊക്കെ പറയുന്ന ആവശ്യങ്ങളോട്, അമേരിക്കയുടെ ആവശ്യങ്ങളോട് ഒരിക്കലും യോജിച്ചു പോകുവാൻ തയ്യാറല്ല എന്ന് ആദ്യത്തെ ഒന്നാം ഘട്ട ചർച്ചയിൽ തന്നെ ഇറാനികൾ പറഞ്ഞതാണ്. ആ ഇറാനികളുടെ വാക്കുകൾക്ക് ഇനി തുടർ ചർച്ചയല്ല. എത്ര വട്ടം അവരോട് ചർച്ച നടത്തിയാലും ഇതിൽ കൂടുതലൊന്നും അവർക്ക് പറയുവാനുമില്ല. അത് ആയത്തുള്ള അലി ഖമേനി എന്ന് പറയപ്പെടുന്ന ഇറാന്റെ പരമാധികാരിയുടെ വാക്കുകളാണ് എന്നുള്ളത് മറക്കാതിരിക്കുക. ഇറാനിൽ ഖമേനിയെ തടവിലാക്കി ട്രംപ് ഭരണം തുടങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ പുരോഹിത ഭരണത്തിന് ബോംബിട്ട് അമേരിക്ക ഇറാനെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ ഇതെല്ലാം ബൂമറങ്ങായി മാറുകയും അമേരിക്കക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് അമേരിക്കക്കെതിരെയും ട്രംപിനെതിരെയും ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടുവാൻ ശേഷിയുള്ള രാജ്യമാണ് ഇറാൻ എന്ന് തെളിയിക്കുവാനുള്ള അവസരത്തിലേക്കാണ് അമേരിക്ക നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു.